ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് എത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് വട ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഗ്രീൻ പീസ്, വലിയുള്ളി, പച്ചമുളക്, ഇഞ്ചി. പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കേണ്ട, ഒന്ന് ചതച്ചെടുക്കുന്നതാണ് നല്ലത്, കറിവേപ്പില, മല്ലിയില. അപ്പോൾ എല്ലാം ഞാനിത് ചെറിയൊരു പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് ഒന്ന് മിക്സിയിലിട്ട് ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഗ്രീൻ പീസ്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചേരുവകളെല്ലാം ഇതിലൊന്ന് മിക്സ് ചെയ്ത്, നമ്മൾ സാധാരണ പരിപ്പ് വടയല്ലേ ഉണ്ടാക്കൽ, ഇതൊരു ചേഞ്ചിൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഇനി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കേണ്ടത്. ഇതിൽ കുറച്ച് പൊടികൾ കൂടി ചേർക്കാനുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഞാനിതിൽ ആഡ് ആക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. പാകത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. കുറച്ച് സമയം ഒരു ഉണ്ടയായിട്ട് നമുക്കിതൊന്ന് കയ്യിൽ വെച്ച് പരത്താൻ പറ്റണം. ആ പാകം വരെ ഇതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലപ്പൊടിയില്ലേ, അത് ആഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു ഒട്ടലുണ്ടാവും. അല്ലാണ്ട് ഇതിങ്ങനെ ഒരു വിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാൻ നമുക്കിതിൽ കുറച്ച് കടലപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കടലപ്പൊടി ആവശ്യാനുസരണം നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. നിങ്ങൾക്ക് മിക്സ് ആക്കുമ്പോൾ തിരിയും. അങ്ങനെ കുറച്ച് കടലപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഒരു ഉണ്ടയാക്കാൻ പറ്റും അങ്ങനെ തോന്നണം. അങ്ങനെ ആ സമയമാകുമ്പോൾ അതിൻ്റെ കുഴച്ചതെല്ലാം സെറ്റായി. നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട്, അപ്പോൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഇത് ഒരു ഉണ്ടയാക്കി കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം. നല്ലോണം തടിയാക്കി പരത്തേണ്ട, അന്നേരം വേവൂല, ഉള്ളൊരു വേവാത്ത പോലെ ഉണ്ടാവും. ഇതിലേശം ഒരു ചെറുങ്ങനെ തിന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, നല്ലോണം വെന്തും കിട്ടും. ഇത് നമുക്കിനി ഓരോന്നോരോന്നായി പൊരിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു നല്ല സ്നാക്കാണ്. എരിവുള്ളത് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്, പക്ഷെ ഏറ്റവും എളുപ്പമായിട്ടാ ഇതൊക്കെ ആക്കാൻ, പെട്ടെന്നോ. അപ്പോൾ ഇതേപോലെ മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് സോസ് കൂട്ടി ഇങ്ങനെ കഴിക്കാവുന്നതാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. സാധനം കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വിചാരിച്ച ടേസ്റ്റേ അല്ല. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.